വിളിച്ചോണ്ട് വന്നു. എന്താ സാറേ, സാറ് കൊടുക്കുന്ന അത്ര ഷെയറൊന്നും തരാൻ കഴിയില്ല. പക്ഷെ ഒരു പങ്ക് തരാം. ഞങ്ങൾ രണ്ടുപേരുണ്ട്. ലേറ്റ് നൈറ്റ് മതി. വേണ്ട, ഇപ്പൊ തന്നെ തരാടാ. നീയൊക്കെ നിന്റെ കുടുംബത്തുള്ളവരോട് പോയി ചോദിക്കണം. ഞങ്ങളെ കല്യാണം കഴിച്ചാൽ പോലീസ് സെക്യൂരിറ്റി ഒന്നുമില്ലേ? കോർട്ടിനെ എടുക്കുന്നു. എന്ത് സോറി? വേറൊരു കാര്യം കേൾക്കണോ? കല്യാണത്തിന് മുൻപ് 2 രാത്രിയും 2 പകലും ഞാനും പപ്പയും ഒരു സാധാരണ ലോഡ്ജിലെ ഒരു കുടിസുമുറിയിൽ ഉറങ്ങാതെ കഴിഞ്ഞിട്ടുണ്ട്. പുലരുന്നത് വരെ എന്നെ നോക്കി കാവലിരുന്ന മനുഷ്യനാ അത്. അന്ന് അബദ്ധത്തിൽ പോലും എന്റെ വിരലിൽ പോലും തൊടാത്ത ആ പപ്പയുടെ മോനല്ലേ അവനും. വയ്യാതിരിക്കുന്ന മോളെ എങ്ങനെ കരുതലോടെ നോക്കണമെന്ന് അവന് നന്നായി അറിയാം. മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. മോൾ ഭക്ഷണമൊക്കെ കഴിച്ച് മരുന്നൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങ് കേട്ടോ. ശരി മമ്മി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി മോളെ. നീ ആ ഫോണിങ്ങതാ. അതെ, ഇയാളുടെ മമ്മി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ എനിക്ക് ഇയാളെ വലിയ വിശ്വാസമൊന്നുമില്ല. ഞാനേ താഴെ തന്നെ കിടന്നോളാം. വേണ്ട വേണ്ട വേണ്ട, അവിടെ തന്നെ കിടന്നാ മതി. ഒന്നാമത് മൈഗ്രെയിനാ. അവിടെ തന്നെ കിടന്നുറങ്ങിയാ മതി. ആഹാ, ഇയാൾക്കപ്പ എന്റെ കൂടെ കിടക്കാനായിരുന്നു അല്ലേ? അവിടെ തന്നെ കിടന്നാ മതി. ഞാനേ താഴെ കിടന്നോളാം. അങ്ങനെ ഇപ്പൊ വേണ്ട. MD മുകളിലും സ്റ്റാഫ് താഴെയും കിടന്നാ മതി. അവിടെ ഞാൻ ഇവിടെ കിടക്കാൻ. ഒന്നാമത് തണുപ്പാ, ഇനി ടെമ്പറേച്ചർ കൂടെ ആവാൻ. എന്നിട്ട് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? വീടെത്തുന്നവരെ ഞാൻ പറഞ്ഞു കേട്ടാ മതി. അവിടെ കിടക്കാം. കേറി കിടക്കടോ. ഞാൻ ഗുളിക എടുത്തിട്ട് വരാം. ഞാനിട്ടോളാം. ഹലോ, സിദ്ധുന്റെ മമ്മിയല്ലേ? ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു അമ്മി. മോളുടെ ഫോൺ ഇവിടെ മറന്നു വെച്ചിട്ടാ പോയത്. അതുകൊണ്ട് സിദ്ധുന്റെ ഫോണിലാ വിളിച്ചോണ്ടിരുന്നേ. അവര് ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കുന്നു പറഞ്ഞിരുന്നു. സിദ്ധുവിനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ടാ മമ്മിയൊന്ന് വിളിച്ചത്. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അവര് ഫുഡ് കഴിച്ചു കാണൂ. ഞാൻ വിളിച്ചപ്പോ അവര് കഴിക്കുകയായിരുന്നു. ഡ്രസ്സൊന്നും കൊണ്ടുപോകാതെയാ മോള് പോയത്. വഴിന്ന് വാങ്ങുന്നു പറഞ്ഞിരുന്നു. എന്റെ ആമി, അവര് സ്വന്തം കാര്യം നോക്കാൻ ശേഷിയുള്ള പിള്ളേരല്ലേ. അവരുടെ കാര്യങ്ങളൊക്കെ അവര് നോക്കിക്കോളൂ. അതറിയാം. ഇവിടെ പ്രഭയുടെയും മധുവിന്റെയൊക്കെ സ്വഭാവം അറിയാലോ. നല്ലത് ചിന്തിക്കാൻ പറയൊന്നുമില്ല. ഭാവന അത് തന്നെയല്ലേ. എന്തായാലും പോയ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടായാൽ മതിയായിരുന്നു. ആ റിയെ ചിലപ്പോ കണ്ടുപിടിക്കാൻ പറ്റിയേക്കുമെന്നാ മോൻ പറഞ്ഞത്. ആളുണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിഞ്ഞാ മതിയായിരുന്നു. മറ്റുള്ളവരുടെ വിഷമം അറിയുന്നവനായിരുന്നെങ്കിൽ അവനെന്നേ വന്നേനെ. എന്റെ ആമി, ആമി സമാധാനിക്ക. സമാധാനായിട്ട് കിടന്നുറങ്ങ്. നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ചു കിടന്നുറങ്ങും അല്ലേ? ഇനിയിപ്പോ രാവിലെ അവരെ വിളിക്കാം. മോക്കാണെങ്കിൽ പൊടിയുടെ അലർജി ഉള്ളതാ. യാത്ര പോയാ പിന്നെ അവൾക്ക് തലവേദനയായിരിക്കും. അതൊന്നും ഓർത്ത് ആമി പേടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഇപ്പൊ ആളുണ്ടല്ലോ അവളുടെ കൂടെ. അതെ, ശരി എന്നാ. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതിനപ്പുറത്തേക്ക് വന്നേക്കരുത്. വെറുതെ എന്തിനാ തറയിൽ കിടന്ന് അസുഖം ഉണ്ടാക്കുന്നു? അവസാനം ഞാൻ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയരുത്. അതെ, എന്റെ മമ്മി പറഞ്ഞ പോലെ പപ്പ ഭയങ്കര മാന്യനൊക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ അത്ര വലിയ നിഷ്കളങ്കനൊന്നും അല്ല. ഓ, അതൊക്കെ എനിക്കറിയാം. കിടക്ക് കിടക്ക്.
നിങ്ങളുടെ നമ്പർ ഉണ്ടല്ലോ, വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇന്നു മുതൽ 3-4 ലേഡി സ്റ്റാഫിനെ കൂടി അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. പോയ 3 സ്റ്റാഫിന്റെ ഒഴിവിലേക്കല്ലേ സർ? അതെ. അതെ, ഇവിടെ റിയ എന്ന് പറഞ്ഞ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? റിസപ്ഷനിൽ അങ്ങനെ ഒരു സ്റ്റാഫില്ല. ഇവിടെ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റില് അങ്ങനെ ഒരാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇങ്ങനെ ഒരു സ്റ്റാഫുള്ളതായിട്ട് അറിവില്ല. ഈ അടുത്ത കാലത്ത് ജോയിൻ ചെയ്ത ലേഡി സ്റ്റാഫ് മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ശരി. ദാ. ഇത് തെരേസ തോമസ് റിയ. കറക്റ്റാ, ഇവിടുത്തെ സൂപ്പർവൈസറാ. അവരിന്ന് ഇവിടെ ഡ്യൂട്ടിയിലുണ്ടോ? ഉണ്ടാവും. ഒന്ന് വിളിക്കാൻ പറയൂ. ഓക്കെ. അതെ, റിയോടൊന്ന് വരാൻ പറയൂ. ഒരു ഗസ്റ്റ് ഉണ്ട്. ശരി സാർ. ഇപ്പൊ വരും. വെയിറ്റ് ചെയ്തു. ഇത് അവർ താമസിച്ച ഹോട്ടലാ. കണ്ടോ? ദേ നോക്കാമി, അത് നോക്ക്. ബാലു അത് കണ്ടോ? ദേ കണ്ടോ? ബാലു ആമിയത് നോക്ക്. അവന്റെ കൂടെ റിയയും ഉണ്ട്. മാമി, അവരൊരുമിച്ചുള്ളത്. അവര് താമസിച്ച ഹോട്ടലിലെ അമ്മീത്. അവിടുത്തെ CCTV ദൃശ്യങ്ങളാ. ഇത് അവൻ തന്നെയാണോ അതോ പഴയ വിശ്വാസമാണോ? April 4th, 2022. 2-3 മാസം മുമ്പുള്ളതാണേ. ആമി, അത് ബാലു ആമി. അവൻ ഇപ്പോഴും ഉണ്ട്. ആമിയുടെ മുറിയിൽ ഞാൻ കണ്ടതും ബാലുവിനെ തന്നെയോ? ഇത് ബാലു തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും. കൂടെ ഉള്ളത് ആ പെൺകുട്ടിയാ, റിയ. പാവം ആമി ഇതറിയുമ്പോ എങ്ങനെയായിരിക്കും ഫേസ് ചെയ്യാം? അത് അവർക്ക് ഹാൻഡിൽ ചെയ്തോളും. അവർക്കത് പറ്റും. ദാമി, ആ ക്യാപ്പ് വെച്ച് വെക്കുന്ന ബാലു. ഒരു മകനും അമ്മയോട് ഇങ്ങനെ ചെയ്യില്ലല്ലോ മോനെ. ആമി, ഓക്കേ, അപ്പൊ ആളെവിടെയോ ഉണ്ട് അല്ലേ? അല്ല സാർ, ആ പെൺകുട്ടി ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ ഡീറ്റെയിൽസ് സാറിന് ഞാൻ തന്നിരുന്നു. അത് ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് ആളെ വിട്ട് അന്വേഷിപ്പിച്ചു. പക്ഷേ റിയ ഹോട്ടലിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ് ഫേക്കാണ്. ബാംഗ്ലൂരിലെ ഏതോ ഒരു ഫ്ലാറ്റിന്റെ നമ്പരാ. മാത്രമല്ല, അവരുപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പര് നിലവിലില്ല എന്നാണ് കാണിക്കുന്നത്. സാർ, അവർ ഈ ഹോട്ടലിൽ കൊണ്ടാക്കുന്ന വൈകിട്ട് വിളിച്ചോണ്ട് പോകുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ചിലപ്പോ അത് ബാലു ആയിക്കോട്ടെ. ബാലു ആണ്, അത് ഞങ്ങൾ ഉറപ്പിച്ചു. ഹോട്ടലിലെ CCTV പരിശോധിച്ച് ഞങ്ങളത് ഉറപ്പിച്ചു. സർ, അവർ ഈ ഹോട്ടലിൽ കൊടുത്തിരിക്കുന്ന ഒരു ലോക്കൽ അഡ്രസ് കാണത്തില്ലേ?
അവര് ഹോട്ടലിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ് കറക്റ്റ് അല്ല. അവർ തന്നിരിക്കുന്ന അഡ്രസ് ഒരു ആയുർവേദ ക്ലിനിക്കിന്റെയാ. ആയുർവേദ ക്ലിനിക്കോ? അതെങ്ങനെ സർ? ഇത്തരം തട്ടിപ്പ് ടീമുകൾ ഇങ്ങനെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കും. നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോ അങ്ങനെ ഒരാൾ അവിടെ താമസമേ ഉണ്ടാവില്ല. സർ, ചിലപ്പോ ഒരു ഈ സിറ്റിക്കുള്ളിൽ തന്നെ താമസിക്കണ്ടാവില്ലേ? ഉണ്ടാവും. അതിനവിടെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് അന്വേഷണം ഉണ്ടാവും. ഓക്കെ സർ. അതിനു മുമ്പ് ഈ അപർണയുടെ വീടിനപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒന്ന് പരിശോധിക്കണം. അവിടെ ഇപ്പോ ആൾ താമസം ഉണ്ടോ? ഇല്ല സർ, അവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് കീ ഒന്ന് വാങ്ങിക്കണം. മാത്രമല്ല അപർണയോടും മറ്റു ബന്ധുക്കളോടും നാളെ ഒന്ന് സംസാരിക്കണം. ശരി സർ. എന്നാലേ കേസ് മുന്നോട്ട് പോകാൻ പറ്റൂ. മോളെ സിത്തുവിന്റെ അമ്മേ മറ്റേത് അതോടെ മറ്റേ കൊച്ചു ഇന്ന് ഓഫീസ് ഉണ്ടല്ലോ എല്ലാവർക്കും. പൂജമോൾക്ക് എല്ലാരെയും കാണണമെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതാ കേട്ടോ. കൊച്ചച്ഛനെ അറിയാവോ? എന്താ പറയാ? മധുമാമൻ. എല്ലാം അറിയാൻ നോക്ക് അല്ലേ? ശരത്തെല്ലാം വന്ന് പറയൂ അല്ലേ? ശരത്തേട്ടനില്ലേ? ഉണ്ട്, മോളുവ അകത്തുണ്ട്. മോളുടെ ശരത്ത് എന്നെ കാണണ്ടേ? മമ്മി മമ്മി വരലിപ്പോ സിദ്ധേട്ടൻ വിളിച്ചു പറഞ്ഞു. വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. നീ ഡിസൈൻ ബുക്കൊക്കെ ആയിട്ടാണോ അങ്ങോട്ട് വരുന്നത്? ചേച്ചിയുടെ അടുത്ത് വരുമ്പോ ഇതൊക്കെ വേണ്ടേ? അതിനെ എനിക്ക് ഓഫീസിൽ പോണെന്ന് അറിയില്ലേ നിനക്ക്? അത് പിന്നെ കണവനെ കാണാൻ പോകാതിരിക്കാൻ പറ്റുമോ? ഞാനിവിടെ ആമിയെ എല്ലാവരെയും കാണാൻ വന്നതാ. ഡിസൈൻ വർക്കിലൊക്കെ ബഹുമിടുക്കിയാണെന്ന് കേട്ടു. പിന്നെ അപ്പുനെക്കാളും കഴിവുണ്ടെന്നല്ലേ ശരത്ത് പറഞ്ഞത്? അതൊക്കെ ശരത്തേട്ടൻ വെറുതെ പറയുന്നതാ. പിന്നെ 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 അപ്പു ചേച്ചിയുടെ ശിഷ്യത്വം കിട്ടിയോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ മോള് കൽത്തോട്ടത്തിൽ വന്ന് കാല് കുത്തിയോതോടെ അതോടെ മോള് രക്ഷപ്പെട്ടു എന്നർത്ഥം അല്ലേ പ്രഭേ? അത് ശരിയാണോ മാമ? എനിക്ക് സോണാലിയില് കിടപ്പാടം കിട്ടിയോണ്ടല്ലേ ഇവിടെ കാലുകുത്താൻ പറ്റിയ. കണ്ടോ മധുവേട്ടാ, വന്ന വഴി മറക്കാത്ത കുഞ്ഞ. നല്ലതേ വരൂട്ടാ. മോള് വാ മമ്മി വാ. അവരുടെ ഫാമിലി ഹിസ്റ്ററി എന്തെങ്കിലും പൂജയ്ക്കറിയോ? ഞാനതൊന്നും അന്വേഷിക്കാൻ പോവാറില്ല. അന്വേഷിക്കാതിരിക്കുന്നതാ നല്ലത്. ഇപ്പൊ തന്നെ ഈ വീട്ടിൽ കയറി വന്ന് ഈ കാണാവുന്ന ബഹളം മുഴുവൻ ഉണ്ടാക്കിയത് എന്തിനാന്ന് കൊച്ചിനറിയാലോ. ശരത്തേട്ടൻ പറഞ്ഞു. എന്നെ ശരത്തേട്ടനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാ അതെങ്ങനെ ശരിയാവാ? അതുകൊണ്ട് ശരത്തേട്ടനെ കാണണ്ടാന്ന് വിചാരിച്ചതാ. പിന്നെ മമ്മി നിർബന്ധിച്ചത് കൊണ്ടാ. അയ്യോ മോൾ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. കുഞ്ഞ് നേരിട്ട് വന്നത് കൊണ്ടല്ലേ ഇപ്പൊ മറ്റു കാര്യങ്ങളും കൂടി മനസ്സിലായത്. എന്ത് കാര്യത്തിലാണ് മോളെ ഇവനെയും കുറിച്ച് ഈ അനാവശ്യം മുഴുവൻ പറഞ്ഞുണ്ടാക്കണേന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഭാവന എന്ന് പറഞ്ഞവളില്ലേ, അവളുടെ അനിയത്തിയുണ്ടല്ലോ പ്രതിഭ, പൊക്കമുള്ളത്. അതിനെ കൊണ്ട് ഇവനെ കെട്ടിക്കണോന്നും പറഞ്ഞ് ഇവര് ഒറ്റ കാലം നിൽക്കായിരുന്നു ഇവിടുത്തെ ആമി. കേട്ട പാതി കേൾക്കാത്ത പാതി ഇവൻ പെട്ടിയും കിടക്കിയെടുത്ത് പോവാന്നും പറഞ്ഞു. ഞാൻ ആമിയുടെ അടുത്തേക്ക് വരിക. ആമി എന്നെ തല്ലിക്കും. ആമിയുടെ ഈ മോൾ ആമിയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്, തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരമ്മയും പൊറുക്കാത്ത തെറ്റ്. അമ്മയ്ക്കല്ലേ മകനോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ. ഞാൻ വരും ആമി. ആമിയെ വാരിത്തരുന്ന ഒരു ഉരുള വാരി കഴിച്ച് ആർക്കും വേണ്ടാത്തൊരു ലോകത്തേക്ക് ഞാൻ പൊക്കോളാം. തനിക്ക് മസാല ടീ ഇഷ്ടമാണോ? ഇഷ്ടം. ശരത്തേട്ടൻ ശരിക്കും കുക്കിംഗ് പഠിച്ചിട്ടുണ്ടോ? അമേരിക്കയിലെ ഷെഫാണോ? ഞാൻ ഷെഫൊന്നുമല്ല. ഈ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതും കഴിപ്പിക്കുന്നതൊക്കെ എനിക്കൊരു ഹോബിയല്ലേ. ഓരോ കൺട്രീസിൽ സഞ്ചരിക്കുമ്പോഴും ആ നാട്ടിലെ ഫുഡ് കൾച്ചർ ഒന്ന് ആസ്വദിച്ച് അനുഭവിച്ച് അങ്ങ് ജീവിക്കണം. അതെന്റെ ഒരു ഹോബിയല്ലേ.
പിന്നെ എല്ലാത്തിലും ഒരു പൊടിക്ക് പ്രണയം കൂടെ ചേർക്കണം. അങ്ങനെ പ്രണയം ചാലിച്ച് വീഴ്ത്താൻ പറ്റുന്ന പെമ്പിള്ളാരൊന്നും മുമ്പിൽ വന്നില്ലല്ലേ? ഇല്ലടോ, അങ്ങനെ പ്രണയം ചാലിച്ച് ഞാൻ ആഗ്രഹിച്ചതിനും അപ്പുറം ഒരു സിലാൻഡ്രോ ലൈം എനിക്ക് ഉണ്ടാക്കി തന്നെ എന്നെ കഴിപ്പിച്ചതേ എന്റെ മുന്നിലിരിക്കുന്ന പൂജയെ. എന്നുവെച്ചാ? എടോ, എന്ന് വെച്ചാൽ ഞാൻ കാത്തിരുന്ന പെണ്ണാണ് എന്റെ മുന്നിലിരിക്കുന്നത്. പൂജ, ചേച്ചി നീ ഇവിടെ നിൽക്കുമായിരുന്നോ? അവിടെ താഴെ ആമി അന്വേഷിക്കുന്നുണ്ട്. അതെ, ഈ കുട്ടി ഭയങ്കര ടാലന്റഡ് ആണ് കേട്ടോ. ഈ ഡിസൈനിങ്ങിലും മറ്റുള്ളതിലൊക്കെ ഭയങ്കര ക്രിയേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലായിരുന്നോ? അതിന്റെ കൂടെ എന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ഏത് ഫുഡിന്റെ കാര്യമേ, അതും കൂടെ ഞാൻ പുള്ളിക്കാരത്തേക്ക് പറഞ്ഞു കൊടുത്തു. കുറെയൊക്കെ പഠിച്ചു. അങ്ങനെ പിടിക്കുകയാണെങ്കിലേ ശരത്ത് തന്നെ സർട്ടിഫൈ ചെയ്ത് അവൾക്ക് കൊടുക്ക്. അപ്പൊ അവളുടെ സൊണാലി ബംഗ്ലാവിൽ കൊണ്ടുപോയി അവളുടെ റൂമിൽ ഫ്രെയിം ചെയ്ത് വെക്കാലോ. നമ്മള് രണ്ടുപേരെക്കാളും ഭയങ്കര ക്രിയേറ്റീവാ ശരത്തേട്ടൻ. ശരത്തേട്ടനുണ്ടാക്കുന്ന ഫുഡിലെ ആരും വീഴും. വീഴും. ശരിയാ മോളെ, ആ ബാഗ് എടുത്തിട്ട് വാ, പോവാം. ശരി. ചെല്ല്. സൂക്ഷിച്ച് വരുന്നത് പോയക്കാൽ അടഞ്ഞു കിടന്ന വീടാ, ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവും. ശരിയാ, ഞാനേ മിറ്റത്ത് നിൽക്കാം, കാറ്റ് കൊള്ളാം. നിങ്ങൾ കയറിട്ട് വാ സാറേ. അത് പറ്റില്ല, നിങ്ങൾ വരണം. എനിക്ക് സാറേ ഈ ബാധ കണ്ടാ ഭയങ്കര പേടിയാ. കൊച്ചിന് അകത്തോട്ട് കയറുന്നുണ്ടോ? ഈ വീടിന്റെ ഓണർ ആരാ? ഇയാളാണോ? അല്ല, പാലായിലുള്ള ഫിലിപ്പച്ചായനാ. ഞാനൊരു നോട്ടക്കാരനാ, ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. തന്റെ സ്ഥലം എവിടെ? കാഞ്ഞിരപ്പള്ളിക്കടുത്താ. സാറേ, ഞങ്ങള് സ്ഥിരം കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന വീടായിട്ട്. കയറി ഇറങ്ങുന്നുണ്ടോ? ഇത് നിങ്ങളുടെയാണോ? കഴിച്ച് ബാക്കി വെച്ചിരിക്കുന്നു? അല്ല, എന്റേതല്ല സാർ. അത് ചിലപ്പോഴേ ആ കുട്ടി കഴിച്ചതിന്റെ ആയിരിക്കും സാറേ. ഇത്ര ലോക്കൽ ഐറ്റാണോ പ്രഭ ആ കുട്ടി കഴിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ സാറേ, അവളുടെ കൂടെ കഴിക്കാനും കഴിപ്പിക്കാനും ഇവിടെ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇത് നനവുണ്ടല്ലോ. ഇപ്പൊ ആരോ ഉപയോഗിച്ചതാണല്ലോ. ഇയാൾ ഇതിനകത്ത് കയറിയോ? അയ്യോ ഇല്ല സാർ. സർ, അതാരോ ഉപയോഗിച്ചതുപോലെയാണല്ലോ. അപ്പൊ ഇതിനകത്ത് ആളുണ്ടായിരുന്നു. ഇയാൾ ഉടമസ്ഥൻ അറിയാതെ താൻ വേറെ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തോ ഈ വീട്? അയ്യോ സാർ, ഞാനങ്ങനെ ചെയ്യത്തില്ല സാർ.
എന്നാ ഇതിനകത്തുണ്ടുറങ്ങി ആരോ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. 10-15 മിനിറ്റ് മുമ്പേ ആരോ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലായിടും പോയി ചെക്ക് ചെയ്തേ. സാറേ, ഈ തോർത്തിങ് തന്നെ ഇതേതോ ബംഗാളി ഒളിച്ചു കയറി താമസിക്കുന്നിട. അതെനിക്കെങ്ങനെ അറിയാം? ഇങ്ങനെ എങ്ങും എത്താത്ത തോർത്തെടുത്ത് കുളിക്കുന്നതേ അവന്മാരാണ്. അല്ലേ പ്രഭേ? ആമി പറഞ്ഞത് അപ്പിടെ അനുസരിച്ച് ജീവിച്ചവളാ. എന്നോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹം ആദ്യം പറഞ്ഞതും അവനാ. എന്നെ ആദ്യം പ്രപ്പോസ് ചെയ്തവനവൻ. എന്റെ ഈ മോതിര വിരല് ആദ്യം മുദ്ര അണിയിച്ചിട്ടുമുണ്ട്. എടോ, അവൻ തന്നെ ചീറ്റ് ചെയ്ത് പോയതല്ലേ? അതെ, അവൻ എന്നെ ചീറ്റ് ചെയ്താണോ അതോ മറ്റാരെങ്കിലും ചേർന്ന് അവനെ ചീറ്റ് ചെയ്താണോ എന്ന് ആർക്കറിയാം? അവനെ പോലെ ഒരു പാവത്തിനെ കണ്ണു കെട്ടി കൊണ്ടുപോയതാണോ അറിയാന്ന് എങ്ങനെ അറിയാം? അപ്പൊ തന്റെ മനസ്സിലിരിപ്പ് എങ്ങനെയാണല്ലേ? അതെ, ബാലുവിന് എന്നെ വേണ്ടെന്നും എന്നോടൊപ്പം ജീവിക്കണ്ടെന്നും ബാലു വന്ന് എന്റെ മുഖത്ത് നോക്കി പറയട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ആ നിങ്ങക്ക് പറയാൻ പറ്റോ? കഴിഞ്ഞ 7-8 മാസമായിട്ട് സ്വന്തം മകൻ എന്ത് സംഭവിച്ചു എന്നറിയാതെ ഉറക്കമില്ലാതെ ജീവിക്കുന്ന ഒരു പാവ സ്ത്രീയാ എന്റെ ആമി. ആ ആമി തന്റെ മകന് വേണ്ടി എന്ത് പറയുന്നോ അവരുടെ ഒപ്പം നിൽക്കും ഞാൻ. എടോ, ആ ആമിയും തന്നെ ചതിച്ചിട്ട് പോയതല്ല അവൻ. അവനെ എന്തായാലും ഈ ആമി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അവരെന്റെ കൂടെ നിൽക്കും. ആ ആമി ആഗ്രഹിക്കുന്ന വിവാഹം ഇവിടെ നടക്കുള്ളൂ. അതെ, വണ്ടി നിർത്ത്. എന്തിനാ വണ്ടി നിർത്താൻ? എനിക്ക് ഇറങ്ങണം. എടോ, മീറ്റിംഗ് ഉണ്ടെന്ന് അറിയില്ലേ? മീറ്റിങ്ങിനെ നിങ്ങൾ അങ്ങ് പോയാൽ മതി. എനിക്ക് വയ്യ. വണ്ടി നിർത്താൻ. ഇറങ്ങ. വണ്ടി സൗകര്യമില്ല. നീ ഒരു ജംഗ്ഷനിലും പോലെ ഇവിടെ ഇറങ്ങിയാ മതി. ഇറങ്ങാൻ. കുറെ കാലമായി അവളുടെ അഹങ്കാരം തുടങ്ങിയിട്ടും. ആ ഡോർ അടച്ചേ. ഇന്ന് തന്നെ ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. പപ്പയുടെ മമ്മിയുടെ അടുത്തേക്കാ ഞാൻ പോകുന്നത്. ആ ചെല്ല്. ഇന്ന് തീരും ഇത്. കാണിച്ചു തരാം. ഓ ചെല്ല്. ഇറങ്ങി പോടോ. പോടി.